ഹലോ കൂട്ടുകാരെ, നമസ്കാരം. നമ്മൾ 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ മൂന്നാമത്തെ ചാപ്റ്ററായ സമാന്തര വരകൾ അല്ലെങ്കിൽ പാരലൽ ലൈൻസ് അതിൻ്റെ ആദ്യ ഭാഗമാണ് ഇത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേജ് 33 മുതൽ 39 വരെയുള്ള സമഭാഗം അല്ലെങ്കിൽ ഈക്വൽ ഡിവിഷൻ എന്ന ഭാഗമാണ്. ഓക്കെ, അപ്പോൾ സമാന്തര വരകൾ ഉപയോഗിച്ച് എങ്ങനെ സമഭാഗം ചെയ്യാം അല്ലെങ്കിൽ ഈക്വലി ഡിവൈഡ് ചെയ്യാം എന്ന കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിലേക്ക് പോവാം. ഈ വീഡിയോയിൽ കുറച്ച് ആനിമേഷൻസ് ഒക്കെ വെച്ചാണ് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയുടെ ആദ്യത്തെ ഭാഗത്തിലേക്ക് പോയാലോ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. 6 സെന്റിമീറ്റർ വരയെ 3 സമഭാഗങ്ങൾ അല്ലെങ്കിൽ തുല്യം ഉള്ള ഭാഗങ്ങൾ ആക്കുന്നത് എങ്ങനെ? അതായത് ഹൗ ഡു യു ഡിവൈഡ് എ 6 സെന്റിമീറ്റർ ലൈൻ ഇൻടു 3 ഈക്വൽ പാർട്സ്? ഈ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ എളുപ്പത്തിൽ ചെയ്യും. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? നമുക്ക് നോക്കാം. ഇതാ, ആദ്യം എ എന്ന ബിന്ദു മാർക്ക് ചെയ്തു. എന്നിട്ട് 6 സെന്റിമീറ്ററിൽ എ ബി എന്ന വര വരച്ചു. AP1 2 സെന്റിമീറ്റർ, P1 P2 2 സെന്റിമീറ്റർ അങ്ങനെ മാർക്ക് ചെയ്തു. അതായത് ആദ്യം നിങ്ങൾ എന്തു ചെയ്യും? എ എന്ന് പറയുന്ന ഒരു ബിന്ദു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് 6 സെന്റിമീറ്റർ 6 സെന്റിമീറ്ററിലുള്ള ഒരു വര വരയ്ക്കുന്നു. അതിൻ്റെ അറ്റത്തുള്ള പോയിന്റ് ബി എന്ന് മാർക്ക് ചെയ്യുന്നു. ഈ 6 സെന്റിമീറ്ററിനെ 3 ആക്കാൻ വേണ്ടി 6/3 2 സെന്റിമീറ്റർ. അപ്പോൾ എയിൽ നിന്നും 2 സെന്റിമീറ്ററിൽ P1 മാർക്ക് ചെയ്യുന്നു. പിന്നെ അവിടുന്ന് വീണ്ടും ഒരു 2 സെന്റിമീറ്റർ എടുത്ത് P2 മാർക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് 3 ഭാഗങ്ങൾ ആയി. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ 6 സെന്റിമീറ്റർ എന്നതിന് പകരം ഞാൻ നിങ്ങളോട് ഇതാ 7 സെന്റിമീറ്റർ വരെയെ 3 സമഭാഗങ്ങൾ ആക്കാൻ പറഞ്ഞാൽ എന്തു ചെയ്യും? അതായത് ഹൗ ഡു യു ഡിവൈഡ് എ 7 സെന്റിമീറ്റർ ലൈൻ ഇൻടു 3 ഈക്വൽ പാർട്സ്? അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും. കാരണം 7 സെന്റിമീറ്ററിന്റെ വരെ നമുക്ക് വരയ്ക്കാൻ അറിയാം. അതിനുശേഷം അതിനെ 3 ഭാഗമാക്കുക എന്ന് പറയുമ്പോൾ 2.333 എന്നാണ്. അത് നമുക്ക് സ്കെയിലിൽ എടുക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് സാധാരണ സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് ഇത് വരയ്ക്കാൻ പറ്റില്ല. 2.333 സെന്റിമീറ്റർ ആണ് ഒരു ഭാഗത്തിന്റെ അളവ് വരിക. അത് നമുക്ക് സാധാരണ സ്കെയിൽ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റില്ല. അതായത് ദശാംശ സംഖ്യകൾ വരുന്നത് കൊണ്ട് സ്കെയിൽ വെച്ച് ഇത് കൃത്യമായി വരയ്ക്കാൻ പറ്റില്ല. Our standard scale fails to mark 2.333. Due to the decimal values, it is impossible to draw this precisely using the scale. Okay അല്ലേ? അപ്പോൾ നമ്മൾ എന്തു ചെയ്യും? ഇതാ, സമാന്തര വരകളുടെ സഹായത്തോടെ നമുക്ക് ഏത് ഒരു വരയെയും എത്ര തുല്യ ഭാഗങ്ങളായും മാറ്റാൻ പറ്റും. With the help of parallel lines, any line can be divided into any number of equal parts. ഏത് വരയും എത്ര തുല്യ ഭാഗങ്ങളായി മാറ്റാനും നമുക്ക് സമാന്തര വരകളെ ഉപയോഗിക്കാം. Any line can be divided into any number of equal parts with the help of parallel lines. അത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്.
ഓക്കെ, അപ്പോൾ നമുക്ക് സമാന്തര വരകളുടെ സഹായത്തോടെ, അതായത് പാരലൽ ലൈൻസിന്റെ സഹായത്തോടെ ഏതൊരു ലൈനിനെയും എത്ര തുല്യ ഭാഗങ്ങളായി മാറ്റാം എന്ന് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഈ ചിത്രം നോക്കൂ. ഈ ചിത്രത്തിൽ നമുക്ക് A1 B1, A2 B2, A3 B3, A4 B4, A5 B5, A6 B6 ഇങ്ങനെ 6 സമാന്തര വരകളുണ്ട്. 6 പാരലൽ ലൈൻസ്, സമാന്തര വരകളുണ്ട്. ഈ സമാന്തര വരകളെല്ലാം തന്നെ ഒരേ അകലത്തിലാണ്. അതായത് A1 B1ഉം A2 B2ഉം തമ്മിൽ ഒരു 3 സെന്റിമീറ്റർ ആണെങ്കിൽ A2 B2ഉം A3 B3യും തമ്മിൽ 3 സെന്റിമീറ്റർ ആണ്. അതേപോലെ A5 A6ഉം 3 സെന്റിമീറ്റർ ആണ്. A3 A4ഉം 3 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഈ ചിത്രത്തിൽ നമുക്ക് തന്നിരിക്കുന്നത് 6 സമാന്തര വരകൾ, അതായത് പാരലൽ ലൈൻസ് ഒരേ അകലത്തിലാണ്, ഇക്വിഡിസ്റ്റന്റ് ആണ്. ഇനി ഈ 6 വരകൾക്കും എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു CD എന്ന ലംബരേഖ വരച്ചിട്ടുണ്ട്. CD എന്ന ലംബരേഖ, അതായത് പെർപെൻഡിക്കുലർ ലൈൻ. അതെന്ത് ചെയ്യുന്നുണ്ട്? ഈ 6 സമാന്തര വരകളെയും കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ 5 ഭാഗങ്ങൾ കിട്ടും, 5 പാർട്സ്. ആദ്യത്തെ ഭാഗം P1 P2, ഒന്നാമത്തെയും രണ്ടാമത്തെയും സമാന്തര വരകൾക്ക് ഇടയിലുള്ള ഭാഗമാണ് P1 P2. അങ്ങനെയാണ് കാണിക്കുന്നത്. ഇനി രണ്ടാമത്തെയും മൂന്നാമത്തെയും സമാന്തര വരകൾ അല്ലെങ്കിൽ പാരലൽ ലൈൻസിന് ഇടയിലുള്ള ഈ CD ഭാഗം എത്രയാണ്? P2 P3. പിന്നെ ഉള്ളത് P3 P4, P4 P5, P5 P6. അപ്പൊ എത്ര ഉണ്ട്? 1 2 3 4 5, 5 ഭാഗങ്ങൾ. നമുക്ക് ഈ ചിത്രം കണ്ടാൽ തന്നെ അറിയാം ഈ 5 ഭാഗങ്ങളും തുല്യമാണെന്ന്, അല്ലേ? അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് കിട്ടുന്ന നിഗമനം എന്താണ്? ഇവിടെ 6 സമാന്തര വരകൾ തുല്യ അകലത്തിനാണ് ഉള്ളത്. ഇനി ഒരു ലംബരേഖ വരച്ചു. ഈ ലംബരേഖയെ നമ്മുടെ ഈ സമാന്തര വരകൾ, അതായത് പാരലൽ ലൈൻസ് എങ്ങനെയായിരിക്കും കട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ വിഭജിക്കുന്നത്? അതാണ് ഒന്നാമത്തെ നിഗമനം. നോക്കൂ, ഇതാ ഒരേ അകലത്തിലുള്ള സമാന്തര വരകൾ ലംബത്തെ തുല്യ നീളമുള്ള ഭാഗങ്ങളായി മുറിക്കുന്നു. ഇവിടെ നമുക്ക് 5 തുല്യ ഭാഗങ്ങൾ കിട്ടി. P1 P2, P2 P3, P3 P4, P4 P5, P5 P6. അങ്ങനെ 5 തുല്യ ഭാഗങ്ങൾ കിട്ടി. ഓക്കെ, ഒരേ അകലത്തിലുള്ള സമാന്തര വരകളാണിവ. അത് ലംബത്തെ തുല്യ നീളമുള്ള ഭാഗങ്ങളായി മുറിക്കുന്നു. അതായത് ഇക്വിഡിസ്റ്റന്റ് പാരലൽ ലൈൻസ് ഡിവൈഡ് എ പെർപെൻഡിക്കുലർ ലൈൻ ഇൻടു സെഗ്മെന്റ്സ് ഓഫ് ഈക്വൽ ലെങ്ത്. ഈക്വൽ ലെങ്ത് ഉള്ള ഭാഗങ്ങൾ, സെഗ്മെന്റ്സ് ഓഫ് ഈക്വൽ ലെങ്ത്. ഓക്കെ, ഒരേ അകലത്തിലുള്ള സമാന്തര വരകൾ ലംബത്തെ തുല്യ നീളമുള്ള ഭാഗങ്ങളായി മുറിക്കുന്നു. അതായത് ഇക്വിഡിസ്റ്റന്റ് പാരലൽ ലൈൻസ് ഡിവൈഡ് എ പെർപെൻഡിക്കുലർ ലൈൻ ഇൻടു സെഗ്മെന്റ്സ് ഓഫ് ഈക്വൽ ലെങ്ത്. ലംബരേഖയുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഇനി നമുക്ക് ഈ ലംബരേഖയ്ക്ക് പകരം ചെറിയതായിട്ടൊന്ന് ചെരിഞ്ഞ വര നിർത്താലോ. ഒരു ചെരിഞ്ഞ വര ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഓക്കെ, അതായത് ഒരു സ്ലാൻഡഡ് ലൈൻ നോക്കിയാലോ. ലംബത്തിന് പകരം
അല്പം ചെരിഞ്ഞ ഒരു വര വരച്ചാലോ? വാട്ട് ഇഫ് വി ഡ്രോ എ സ്ലൈറ്റ്ലി സ്ലാൻഡഡ് ലൈൻ ഇൻസ്റ്റെഡ് ഓഫ് എ വെർട്ടിക്കുലർ ഓർ പെർപെൻഡിക്കുലർ വൺ? എന്തായിരിക്കും? അപ്പൊ നമുക്ക് വീണ്ടും ചിത്രം നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഞാൻ 6 പാരലൽ ലൈൻസ് അല്ലെങ്കിൽ സമാന്തര വരകളുണ്ട്. അവ ഒരേ അകലത്തിലാണ്. ഇനി നമ്മൾ നേരത്തെ വരച്ച ആ ചിത്രത്തിലുള്ള ലംബരേഖ ഇവിടെയുണ്ട്. ഇനി എന്ത് ചെയ്തു? സി ഡി എന്ന ഒരു അല്പം ചെരിഞ്ഞ ഒരു വര എടുക്കുക, അതായത് സ്ലൈറ്റ്ലി സ്ലാൻഡഡ് ലൈൻ എടുക്കുക. ഓക്കെ, അതും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഈ സമാന്തര വരകളെ, അതായത് പാരലൽ ലൈൻസിനെ 5 ഭാഗങ്ങളായി കട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ P1 P2 P2 P3 P3 P4 P4 P5 P5 P6. ഈ ഓരോ ഭാഗങ്ങളും തുല്യമായിരിക്കുമോ? അതാണ് ചോദ്യം. ഓക്കെ, തുല്യമാണ്. അത് നമുക്ക് എങ്ങനെ തെളിയിക്കാം? അത് തെളിയിക്കാൻ വേണ്ടി ഈ ചിത്രത്തിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്താം. നോക്കൂ, അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ A6 B6 A5 B5 അതേപോലെ A4 B4 ഈ 3 സമാന്തര വരകൾ, പാരലൽ ലൈൻസിനെയാണ് നോക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഏറ്റവും മുകളിലെ വരയിൽ നമ്മുടെ സി ഡി എന്ന വര എവിടെയാണ് കൂട്ടിമുട്ടുന്നത്? അത് P6 ആണല്ലോ. അവിടെ നിന്നും എന്ത് ചെയ്യുക? ഒരു പെർപെൻഡിക്കുലർ ലൈൻ അല്ലെങ്കിൽ ലംബരേഖ വരയ്ക്കുക. അത് നേരത്തെ ഉണ്ട്, ഇല്ലെങ്കിൽ വരയ്ക്കുക. അതേപോലെ മുകളിൽ നിന്നും രണ്ടാമത്തെ വരയിലെ സി ഡി കൂട്ടിമുട്ടുന്ന ബിന്ദുവായ P5 നിന്നും ഒരു ലംബരേഖ വരയ്ക്കുക. ഞാൻ കുറച്ചേ വരച്ചിട്ടുള്ളൂ, നിങ്ങൾക്ക് മൊത്തം വരയ്ക്കാം. ഓക്കെ, അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കൂ, P6 Q5 P5 ഇത് ഒരു ത്രികോണം ഉണ്ടാക്കുന്നുണ്ടല്ലോ. അതേപോലെ P5 Q4 P4 ഒരു ത്രികോണമായിരിക്കും. അപ്പം നമുക്ക് 2 ട്രയാങ്കിൾസ് അല്ലെങ്കിൽ ത്രികോണങ്ങൾ കിട്ടും. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 2 സമാന്തര വരകളെ ഒരു വര മുറിക്കുമ്പോൾ നമുക്ക് 4 കോണുകൾ കിട്ടുമെന്നും ഒന്നാമത്തെ വരയിലെ ബിന്ദുവിൽ ഉണ്ടാകുന്ന അതുപോലെ തന്നെ ആയിരിക്കും രണ്ടാമത്തെ വരയിലും കോണുകൾ ഉണ്ടാവുക എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് വെച്ച് നമുക്ക് ഇവിടെ നോക്കൂ, P6 P5 B5 ഇങ്ങനെ ഒരു കോണുണ്ട്. ആ കോണും അതേപോലെ P5 P4 B4 എന്ന കോണും, ഇത് രണ്ടും തുല്യമായിരിക്കും. ഓക്കെ, അത് ചിത്രത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും. ഇനി ഇവിടെ ഈ വര ഈ ബിന്ദുവിലൂടെയും ഈ ബിന്ദുവിലൂടെയും മുറിച്ച് കടക്കുമ്പോൾ നമുക്ക് ഇവിടെ A5 P5 P6 എന്ന കോണും P6 P5 B5 എന്ന കോണും ഉണ്ടാവുന്നുണ്ട്. ഇതിനെ നമ്മൾ രേഖീയ ജോഡികൾ എന്നാണ് പറയുക. ഓക്കെ, ഒരു വരയെ വേറെ ഒരു വര മുറിക്കുമ്പോൾ അടുത്തടുത്ത് കടക്കുന്ന കോണുകളെ നമ്മൾ രേഖീയ ജോഡികൾ എന്ന് പറയും, അതായത് ലീനിയർ പെയർ എന്ന് പറയും.
അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടും കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഇവിടെയും. ഇവിടെ നമുക്ക് Q5 Q4 P4 P5 ഈ ഒരു കോണും P5 P4 B4 എന്ന കോണും ഈ രണ്ടും കൂട്ടിയാൽ 180 കിട്ടണം. ഓക്കെ, ഈ കോണും തുല്യമാണെന്ന് പറഞ്ഞു. ഇത് രണ്ടും കൂട്ടിയാൽ 180 ആവണം. അപ്പൊ ഇത് 180 മൈനസ് ഈ കോണായിരിക്കും. ഇവിടെ 180 മൈനസ് P5 P4 B4 ആയിരിക്കും. അപ്പോൾ Q5 P5 B6ഉം Q4 P4 B5ഉം തുല്യമായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ചുവന്ന ത്രികോണത്തിൽ Q5 P5 P6ഉം നീല ത്രികോണത്തിലെ Q4 P4 P5ഉം തുല്യമാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കൂ, നമ്മൾ ഒരു ലംബരേഖ വരച്ചിട്ടുണ്ട് ഇവിടെ. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ഈ കോൺ ഉണ്ടല്ലോ P6 Q5 P5, അതെന്തായാലും മട്ടകോണായിരിക്കും, 90 ഡിഗ്രി. ഇവിടെ P5 Q4 P4 അതും 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ രണ്ട് ത്രികോണത്തിലെയും രണ്ട് കോണുകൾ തുല്യമായാൽ മൂന്നാമത്തെ കോണും തുല്യമായിരിക്കും. കാരണം 3 കോണുകൾ കൂട്ടിയാൽ 180 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ 180 നിന്നും ഇത് കുറച്ചതാണ് ഈ കോണ്. ഇവിടെയും 180 നിന്നും ഈ രണ്ടിന്റെയും തുക കുറച്ചതാണ്. അപ്പോൾ അത് തുല്യമായതുകൊണ്ട് ഈ കോണും തുല്യമായിരിക്കും. ഓക്കെ, അപ്പോൾ 3 കോണുകളും തുല്യമായ ത്രികോണമാണിത്. കൂടാതെ ഇവിടെ നോക്കൂ, P6 Q5 ഈ ഭാഗത്തിന്റെ നീളവും P5 Q4 എന്ന ഭാഗത്തിന്റെ നീളവും തുല്യമാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തുല്യ അകലത്തിലുള്ള പാരലൽ ലൈൻസ്, സമാന്തര വരകൾ എന്താണ്, ലംബത്തിനെ തുല്യ നീളമുള്ള ഭാഗങ്ങളായി മുറിക്കും. അതുകൊണ്ട് ഈ രണ്ട് ത്രികോണങ്ങളിലും 3 കോണുകളും തുല്യമാണ്. അതേപോലെ ഈ വശം ലംബവശവും തുല്യമാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? മൂന്നാമത്തെ വശം, അതായത് വലിയ വശമായ കർണം P5 P6, ഇവിടെ P4 P5, ഈ രണ്ടും തുല്യമായിരിക്കും. ഓക്കെ, അതായിരുന്നു നമുക്ക് തെളിയിക്കേണ്ടിയിരുന്നത്. എന്താണ്? അല്പം ചെരിഞ്ഞ ഒരു വരയാണ്. ആ വരയെ ഈ സമാന്തര വരകൾ എങ്ങനെയാണ് ഭാഗിക്കുന്നത്? അപ്പൊ നമുക്ക് എന്ത് നിഗമനത്തിലെത്താം? ഇതാ, ഒരേ അകലത്തിലുള്ള സമാന്തര വരകൾ ഏത് വരയെയും തുല്യ നീളമുള്ള ഭാഗങ്ങളായി മുറിക്കുന്നു. ശരിയല്ലേ? അതായത് equidistant parallel lines divide any line into segments of equal length. ഓക്കെ, നിഗമനം 1ഉം നിഗമനം 2ഉം തമ്മിൽ ഒന്ന് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കിയാലോ? നിഗമനം 1ൽ നമ്മൾ എന്താണ് പറഞ്ഞത്? നോക്കൂ, ഒരേ അകലത്തിലുള്ള സമാന്തര വരകൾ ലംബത്തെ തുല്യ നീളമുള്ള ഭാഗങ്ങളായി മുറിക്കുന്നു. ഒന്നാമത്തേതിൽ ലംബരേഖ മാത്രമാണ് പറഞ്ഞത്. ഇവിടെ ലംബരേഖയെ മാറ്റി ഏത് വരയെയും തുല്യ നീളമുള്ള ഭാഗങ്ങളായി മുറിക്കുന്നു എന്ന് നമുക്ക് എഴുതാം. അതിൻ്റെ തെളിവ് മനസ്സിലായല്ലോ, എങ്ങനെയാണ് തെളിയിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നിഗമനം 1ൽ നമ്മൾ പറഞ്ഞത് equidistant parallel lines divide a perpendicular line into segments of equal length. ഇവിടെ നമ്മൾ അതിനെ ജനറലൈസ് ചെയ്തു, അതായത് പൊതുവായി മാറ്റി. equidistant parallel lines divide any line into segments of equal length. അപ്പോൾ ഈ രണ്ട് നിഗമനങ്ങളും ഒന്നുകൂടി വായിച്ച്
പുറത്ത് നോക്കൂ, പുറത്ത് വയ്ക്കൂ. ഒരേ അകലത്തിലുള്ള സമാന്തര വരകൾ ലംബത്തെ തുല്യ നീളമുള്ള ഭാഗങ്ങളായി മുറിക്കുന്നു. ഇവിടെ ഒരേ അകലത്തിലുള്ള സമാന്തര വരകൾ ഏത് വരയെയും തുല്യ നീളമുള്ള ഭാഗങ്ങളായി മുറിക്കുന്നു. ഓക്കെ, ഇത് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്ത പ്രവർത്തനം എന്താണ്? ഇതാണ് അടുത്ത പ്രവർത്തനം. ഇപ്പോൾ പറഞ്ഞതിനെ മറിച്ച് ചിന്തിക്കുക. എന്താണ് അതിൻ്റെ അർത്ഥം? നോക്കൂ. അതായത് കുറേ സമാന്തര വരകള് ഒരു വരയെ തുല്യ നീളമുള്ള ഭാഗങ്ങളായി മാറ്റുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ സമാന്തര വരകള് തുല്യ അകലത്തിലായിരിക്കുമോ? അതാണ് ചോദ്യം. നേരത്തെ നമുക്ക് കുറച്ച് തുല്യ അകലത്തിലുള്ള സമാന്തരകൾ തന്നിരുന്നു. എന്നിട്ട് ഏത് വര എടുത്തു കഴിഞ്ഞാലും എന്താണ് തുല്യ നീളമുള്ള ഭാഗങ്ങളായി മാറ്റാം എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇവിടെ നമുക്ക് കുറേ സമാന്തര വരകൾ തന്നിട്ടുണ്ട്. പിന്നെ എന്താണ്, ഏതോ ഒരു വര അതിനെ ഈ സമാന്തര വരകൾ തുല്യമായി ഭാഗിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സമാന്തര വരകൾ ഒരേ അകലത്തിലായിരിക്കുമോ? If a set of parallel lines divides a line into segments of equal length, would those parallel lines be equally spaced? ഒരു സെറ്റ് ഓഫ് പാരലൽ ലൈൻസ് ഒരു ലൈനിനെ ഈക്വൽ ലെങ്ത് ഉള്ള സെഗ്മെന്റ്സ് ആയി ഡിവൈഡ് ചെയ്താൽ ആ പാരലൽ ലൈനുകൾ ഇക്വിഡിസ്റ്റന്റ് അല്ലെങ്കിൽ ഈക്വലി സ്പേസ്ഡ് ആയിരിക്കുമോ? ഇതിന്റെ ഉത്തരം ആയിരിക്കും എന്നാണ്. അത് എങ്ങനെയാണ് എന്ന് നമുക്ക് തെളിയിക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും പഴയ ചിത്രം തന്നെ എടുക്കുക. ഓക്കെ, ഇനി ഈ ചിത്രത്തിൽ തന്നിരിക്കുന്ന കാര്യത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. നേരത്തെ തന്നത് എന്തായിരുന്നു? ഈ 6 വരകളും എന്താ ഒരേ അകലത്തിലാണെന്നാ തന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ അത് തന്നിട്ടില്ല. ഇവിടെ തന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 6 വരകളുണ്ട്. പിന്നെ CD എന്ന വേറൊരു വര ഇവയെ മുറിച്ച് കടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 5 ഭാഗങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ P1 P2 P2 P3 P3 P4 P4 P5 P5 P6. ഈ ഭാഗങ്ങൾ എന്താണ്? തുല്യമാണ്. സമാന്തര വരകൾ മുറിക്കുന്ന ഭാഗങ്ങൾ തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മുടെ സമാന്തര വരകൾ തമ്മിലുള്ള അകലം, അതായത് അടുപ്പിച്ചടുപ്പിച്ചുള്ള സമാന്തര വരകൾ, അത് ഒരേ അകലത്തിൽ ആയിരിക്കുമോ? പാരലൽ ലൈൻസ് ഒരേ അകലത്തിലാണോ? അതാണ് ഇവിടുത്തെ ചോദ്യം. അതെങ്ങനെ തെളിയിക്കാം? നേരത്തെ പോലെ ഇവിടെയും നമ്മൾ 2 ത്രികോണം ഉണ്ടാക്കും. ശ്രദ്ധിക്കൂ, ചിത്രം നോക്കൂ. ഇവിടെ P6 Q5 P5 എന്ന ഒരു ത്രികോണവും P5 Q4 P4 എന്ന ത്രികോണവും എടുക്കുക. അത് നേരത്തെ പറഞ്ഞ പോലെ വരയ്ക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഈ വശമുണ്ടല്ലോ, P5 P6ഉം P5 P4ഉം തുല്യമാണ് എന്ന് തന്നിട്ടുണ്ട്. അതായത് ഈ 2 മട്ട ത്രികോണത്തിലെയും കർണവശങ്ങൾ തുല്യമാണ്. നമുക്കറിയാം P6 Q5 P5 അതേപോലെ P5 Q4 P4
മട്ടകോണാണ്. ഓക്കെ, ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. രണ്ട് സമാന്തര വരകളെ ഒരു വര മുറിക്കുമ്പോൾ, കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോണുകൾ ഒരേപോലെ ആയിരിക്കും. രണ്ട് ബിന്ദുകളിൽ ഉണ്ടാകുന്ന കോണുകൾ ഒരേപോലെ ആയിരിക്കും. അപ്പൊ ഇവിടെ P6, P5, B5 ആ കോണും P5, P4, B4 എന്ന കോണും തുല്യമായിരിക്കും. അതേപോലെ ഇത് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോണാണ് P6, P5, Q5. അതും അതേപോലെ P5, P4, Q4 ഇതും തുല്യമായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്, ചുവന്ന ത്രികോണത്തിൽ രണ്ട് കോണുകൾ തുല്യമാണെന്ന് ഇപ്പൊ നമ്മൾ സ്ഥാപിച്ചു. ഓക്കെ, ഒരു മട്ടകോൺ ഇവിടെ ചുവന്നതിലെയും നീലയിലെയും രണ്ട് കോണുകൾ വീതം തുല്യമാണെന്ന് നമ്മൾ സ്ഥാപിച്ചു. ഒരു മട്ടകോണും പിന്നെ ഈ ഓരോ കോണും. ഈ രണ്ട് ത്രികോണത്തിന്റെ രണ്ട് കോണുകൾ തുല്യമായാൽ സ്വാഭാവികമായും മൂന്നാമത്തെ കോണും തുല്യമായിരിക്കും. അപ്പോൾ P6, P5, Q5 എന്ന മട്ടത്രികോണവും P5, P4, Q4 എന്ന മട്ടത്രികോണത്തിന്റെയും മൂന്ന് കോണുകളും കൂടാതെ കർണവശവും തുല്യമാണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതിന്റെ ലംബവശങ്ങൾ, ലംബവശം ഏതാണ്? P6, Q5. ഇവിടെ ഏതാ? P5, Q4. അത് തുല്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ക്ലിയർ അല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ P6, Q5 അതേപോലെ P5, Q4 ഇത് രണ്ടും തുല്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ A4, A5ന്റെ ദൂരവും A5, A6ന്റെ ദൂരവും എന്തായിരിക്കും? തുല്യമായിരിക്കും അല്ലേ? അതായത് ഈ മൂന്ന് സമാന്തര വരകൾ എടുത്താൽ ഇവിടെ അവ തുല്യ അകലത്തിലാണ്. ഇതേപോലെ തന്നെ നമുക്ക് മറ്റുള്ള സമാന്തര വരകളും, അതായത് പാരലൽ ലൈൻസും ഒരേ അകലത്തിലാണ് എന്ന് സ്ഥാപിക്കാം. അപ്പോൾ നമ്മൾ എന്ത് സ്ഥാപിച്ചു? മൂന്നാമത്തെ നിഗമനം കിട്ടി. ഏതെങ്കിലും വരയെ ഒരേ നീളമുള്ള ഭാഗങ്ങളായി മുറിക്കുന്ന സമാന്തര വരകൾ ഒരേ അകലത്തിലാണ്. Parallel lines that divide any line into segments of equal length are equidistant from each other. ഏതെങ്കിലും വരയെ ഒരേ നീളമുള്ള ഭാഗങ്ങളായി മുറിക്കുന്ന സമാന്തര വരകൾ ഒരേ അകലത്തിലാണ്. Parallel lines that divide any line into segments of equal length are equidistant from each other. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഒരു കാര്യം കൂടിയും നോക്കാം. ഇവിടെ നമുക്ക് ആറ് സമാന്തര വരകൾ, പാരലൽ ലൈൻസ് തന്നിട്ടുണ്ട്. CD എന്ന ഒരു വര ഈ പാരലൽ ലൈൻസ്, അതായത് സമാന്തര വരകളെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് 5 ഭാഗങ്ങൾ കിട്ടുന്നുണ്ട്. ഇനി ഈ 5 ഭാഗങ്ങളും തുല്യമാണ്. കൂടാതെ
പി ക്യു എന്ന വേറെ ഒരു വര ഈ സമാന്തര വരകളിലൂടെ കടന്നു പോകുന്നു. അതിന് 5 ഭാഗങ്ങളുണ്ട്. Q1 Q2 Q2 Q3 Q3 Q4 Q4 Q5 Q5 Q6. ഈ ഭാഗങ്ങൾ തുല്യമായിരിക്കും. ചോദ്യം ഒന്നുകൂടി ഞാൻ പറയാം. 6 സമാന്തര വരകൾ, അത് എങ്ങനെയൊന്നും പറയുന്നില്ല, തുല്യ നീളമൊന്നും പറയുന്നില്ല, 6 സമാന്തര വരകൾ സി ഡി എന്ന ഒരു വരയെ 5 ഭാഗങ്ങളായി മുറിക്കുന്നു, കട്ട് ചെയ്യുന്നു. P1 P2 P2 P3 P3 P4 P4 P5 P5 P6. ഈ 5 ഭാഗങ്ങളും തുല്യമാണ്, തുല്യമായ രീതിയിലാണ് കട്ട് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ പി ക്യു എന്ന വേറെ ഒരു വരയെ ഈ സമാന്തര വരകൾ തുല്യമായി ഭാഗിക്കുമോ? അതാണ് ചോദ്യം. ചോദ്യം മനസ്സിലായി എന്ന് തോന്നുന്നു. നമുക്ക് എന്താണ് അത് നോക്കാം. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോളൂ. കുറച്ച് സമാന്തര വരകൾ ഒരു വരയെ തുല്യ ഭാഗങ്ങളായി ഭാഗിച്ചാൽ സമാന്തര വരകൾ ഒരേ അകലത്തിലായിരിക്കും. അത് നമ്മൾ നേരത്തെ സ്ഥാപിച്ചു. കുറച്ച് സമാന്തര വരകൾ, അതായത് സം പാരലൽ ലൈൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ്സ് എ ലൈൻ ഇൻടു ഈക്വൽ പാർട്സ്. ഒരു വരയെ തുല്യ ഭാഗങ്ങളായി മുറിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ പാരലൽ ലൈൻസ്, സമാന്തര വരകൾ ഒരേ അകലത്തിലായിരിക്കും. ദീസ് പാരലൽ ലൈൻസ് ആർ ഇക്വിഡിസ്റ്റന്റ്. അത് നമുക്കറിയാം. ഇനി കുറച്ച് സമാന്തര വരകൾ ഒരേ അകലത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലായി. അതിൽ നിന്ന് നമുക്ക് എന്തിലെത്താം? ഒരേ അകലത്തിലുള്ള സമാന്തര വരകൾ ഏത് ഒരു വരയെയും തുല്യ നീളമുള്ള ഭാഗങ്ങളായി മുറിക്കും. അത് നമ്മൾ ആദ്യം പറഞ്ഞു, രണ്ടാമത്തെ നിഗമനത്തിൽ പറഞ്ഞു. ആദ്യം മൂന്നാമത്തെ നിഗമനം ഉപയോഗിച്ച് സമാന്തര വരകൾ ഒരേ അകലത്തിലായിരിക്കും എന്ന് കണ്ടെത്തി. ഇനി ഒരേ അകലത്തിലുള്ള സമാന്തര വരകൾ ഏതൊരു വരയെയും തുല്യ ഭാഗങ്ങളായി മുറിക്കുമെന്ന് നിഗമനം 2 പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? Q1 Q2 Q2 Q3 Q3 Q4 Q4 Q5 Q5 Q6 ഇവ തുല്യമാണ് എന്ന് കിട്ടും. ഓക്കെ, ഇത് ഞാൻ സ്റ്റെപ്പായി എഴുതിയിട്ടില്ല, ഇത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഇത് കുറേ സ്റ്റെപ്പ് എഴുതേണ്ട ആവശ്യമില്ല. കാരണം ഇത് നമുക്ക് എന്ത് ചെയ്യാം? പുതിയൊരു നിഗമനത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ പ്രൂഫ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യത്തെ നമുക്ക് നിഗമനം 4 എഴുതാം. അത് ശ്രദ്ധിക്കൂ. ഒരു വരയെ ഒരേ നീളമുള്ള ഭാഗങ്ങളായി മുറിക്കുന്ന സമാന്തര വരകൾ ഏത് വരയെയും മുറിക്കുന്നത് ഒരേ നീളമുള്ള ഭാഗങ്ങളായിട്ടാണ്. അപ്പോൾ ഇവിടെ 6 സമാന്തര വരകൾ നമ്മുടെ സി ഡിയെ ഒരേ നീളമുള്ള ഭാഗങ്ങളായി മുറിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ സമാന്തര വരകൾ ഏത് വരയെയും
മുറിക്കുന്നത് ഒരേ നീളമുള്ള ഭാഗങ്ങളായിട്ടാണ്. ഓക്കെ, പാരലൽ ലൈൻസ് ദാറ്റ് ഡിവൈഡ് എ ലൈൻ into segments of equal length will divide any line they intersect into segments of equal length. Okay. അപ്പോൾ ഈ 4 നിഗമനങ്ങളെയും ഉപയോഗിച്ച് നമുക്ക് ഏത് വരയെയും നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള സമവാക്യങ്ങൾ ആക്കാം. പ്രധാനപ്പെട്ടും നമ്മൾ 4ാമത്തെ നിഗമനമാണ് നോക്കുന്നത്. നമ്മൾ ഇനി കുറച്ച് ഉദാഹരണങ്ങൾ, അതായത് എക്സാമ്പിൾസ് ചെയ്യുന്നതിന് മുമ്പ് ഈ നിഗമനങ്ങൾ ഒന്നുകൂടി നോക്കിയാലോ? ഇതാണ് 1ാമത്തെ നിഗമനം. ഒരേ അകലത്തിലുള്ള സമാന്തര വരകൾ ലംബരേഖയെ തുല്യ നീളമുള്ള ഭാഗങ്ങളായി മുറിക്കുന്നു. Equidistant parallel lines divide a perpendicular line into segments of equal length. 2ാമത്തെ നിഗമനം എന്തായിരുന്നു? ഇതിന്റെ പൊതുവായി എഴുതുന്നത്, അതായത് ജനറലൈസേഷൻ എന്താണത്? ഒരേ അകലത്തിലുള്ള സമാന്തര വരകൾ ഏത് വരയെയും തുല്യ നീളമുള്ള ഭാഗങ്ങളായി മുറിക്കുന്നു. അതായത് equidistant parallel lines divide any line into segments of equal length. ഇനി 3ാമത്തെ നിഗമനം എന്താണ്? ഇതിനെ മറിച്ച് ചിന്തിക്കുന്നത്, അതായത് ഏതെങ്കിലും വരയെ ഒരേ നീളമുള്ള ഭാഗങ്ങളായി മുറിക്കുന്ന സമാന്തര വരകൾ ഒരേ അകലത്തിലാണ്. Parallel lines that divide any line into segments of equal length are equidistant from each other. ഇനി 4ാമത്തെ നിഗമനം എന്തായിരുന്നു? നിഗമനം 2ഉം 3ഉം കൂട്ടിയോജിപ്പിച്ചതാണ്. ആദ്യം നിഗമനം 3ന്റെ ഭാഗം പറഞ്ഞിട്ട് നിഗമനം 2ന്റെ പറയും. ഒരു വരയെ ഒരേ നീളമുള്ള ഭാഗങ്ങളായി മുറിക്കുന്ന സമാന്തര വരകൾ ഏത് വരയെയും തുല്യ നീളമുള്ള ഭാഗങ്ങളായി മുറിക്കും. ഇതാണ് നിഗമനം 4. Parallel lines that divide a line into segments of equal length will divide any line they intersect into segments of equal length. Okay. ലൈനുകളുമായി ഇന്റർസെക്റ്റ് ചെയ്യുന്ന പാരലൽ ലൈൻസിനെ എന്താണ്? ഒരേ ഭാഗമായിട്ടാണ് എടുക്കുന്നത്. Parallel lines that divide a line into segments of equal length will divide any line they intersect into segments of equal length. Okay. അപ്പോൾ ഈ അധ്യായത്തിലെ ആദ്യത്തെ ഭാഗത്ത് വരുന്ന 4 നിഗമനങ്ങൾ ഇതാണ്. ഇനി ഇതുപയോഗിച്ച് നമുക്ക് ഒരു 2-3 ഉദാഹരണം ചെയ്യാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് എക്സാമ്പിൾ. 7 സെന്റിമീറ്റർ നീളമുള്ള വരയെ 3 സമഭാഗങ്ങൾ ആക്കുന്നത് എങ്ങനെ? How can we divide a 7 centimeter long line into 3 equal pieces? 7 സെന്റിമീറ്ററിനെ 3 തുല്യ ഭാഗങ്ങളാക്കണം. അപ്പോൾ 7/3 ചെയ്യുമ്പോൾ നമുക്ക് 2.3333 ആണ് കിട്ടുക. അത് സ്കെയിലിൽ ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ?
3 ഭാഗങ്ങൾ ആക്കാൻ പറ്റുന്ന ഒരു സംഖ്യ എടുക്കുക. 6 എടുക്കാം, 9 എടുക്കാം, ഓക്കെ, 12 എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. പക്ഷെ നമുക്ക് എളുപ്പത്തിന് വേണ്ടി എന്ത് ചെയ്യാം, 6 എടുക്കാം. ഈ 6 സെന്റിമീറ്ററിനെ നമുക്ക് എന്ത് ചെയ്യാം, 3 ഭാഗങ്ങളാക്കാൻ പറ്റും. അത് വെച്ച് എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഒന്ന് നോക്കൂ. അതിൻ്റെ ഒരു ആനിമേഷൻ ഇവിടെ ഉണ്ട്, അത് നോക്കുക. അതിനുശേഷം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ ഇങ്ങനെയാണ്, നോക്കൂ. ആ ആനിമേഷൻ ഒന്നുകൂടി നമുക്ക് പ്ലേ ചെയ്യാം, നോക്കിക്കോളൂ. ഇതാ, ഓ സോറി, ശ്രദ്ധിക്കുക. ഇതാ, ഇങ്ങനെയാണ് ഈ പ്രോബ്ലത്തെ സോൾവ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ 6 സെന്റിമീറ്റർ നീളത്തിൽ എ ബി എന്ന ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, കോമ്പസിൽ 2 സെന്റിമീറ്റർ എടുത്തിട്ട് എയിൽ നിന്നും ഈ വരയിൽ P1 മാർക്ക് ചെയ്യുക. ഇനി അവിടെ കുത്തിയിട്ട് അതേ 2 സെന്റിമീറ്ററിൽ ഈ ലൈനിൽ P2 മാർക്ക് ചെയ്യുക. പിന്നെ അപ്പോൾ നമുക്ക് എത്രയായി, 3 ഭാഗങ്ങൾ ഇവിടെ ഉണ്ടാവും. പക്ഷേ ഇത് 6 സെന്റിമീറ്ററിൻ്റെയാണ്, നമുക്ക് വേണ്ടത് 7 സെന്റിമീറ്ററിൻ്റെയാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണമെന്നറിയോ, എ എന്ന ബിന്ദുവിൽ കോമ്പസ് കുത്തിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് 7 സെന്റിമീറ്റർ ആണല്ലോ. 7 സെന്റിമീറ്റർ അളവെടുക്കുക. അതെടുത്തിട്ട് നമ്മുടെ 1, 2, 3, 4 നാലാമത്തെ ലംബരേഖ, അതായത് പെർപെൻഡിക്കുലർ ലൈൻ, അതിൽ എവിടെയാണ് കൂട്ടിമുട്ടുന്നത് എന്ന് നോക്കുക. അതായത് എയിൽ കുത്തിയിട്ട് ഇതിലേക്ക് ഒരു ചെറിയ ചാപം, അതായത് ആർക്ക് വരയ്ക്കുക. അപ്പോൾ അത് സിയിൽ കൂട്ടിമുട്ടും. ഇനി എ സി യോജിപ്പിക്കുക. ക്ലിയർ അല്ലേ? എ സി യോജിപ്പിക്കുക. അപ്പോൾ ഈ എ സി യോജിപ്പിച്ചാൽ ഇത് ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ രണ്ടാമത്തെ പെർപെൻഡിക്കുലർ ലൈൻ, അതായത് ലംബരേഖയിൽ കൂട്ടിമുട്ടുന്ന ബിന്ദുവുണ്ട്, മൂന്നാമത്തേതിൽ കൂട്ടിമുട്ടുന്ന ബിന്ദുവുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് സി എന്ന് കൊടുത്തു, ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് പേരിട്ടത്. അപ്പോൾ ഈ കൂട്ടിമുട്ടിയ ബിന്ദുവിന് ഡി എന്നും ഇതിന് ഇ എന്നും പേര് കൊടുത്തു. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ ചുവന്ന വര എ സി 4 ഭാഗമായി മുറിക്കപ്പെട്ടു. എ ഇ, ഇ ഡി, ഡി സി. ഓക്കെ, ഇതിൻ്റെ ഓരോന്നിൻ്റെയും അളവ് 7/3, അതായത് 2 1/3 സെന്റിമീറ്റർ ആയിരിക്കും. 2 × 3 6, 6 1 7, 7/3 കറക്റ്റ് അല്ലേ? 2 1/3 ഭാഗമായിരിക്കും ഈ 2 1/3 ആയിരിക്കും ഈ ഓരോ ഭാഗവും ഉണ്ടാവുക. അപ്പോൾ തുല്യ ഭാഗമായി കിട്ടി. സിമ്പിൾ അല്ലേ? ഓക്കെ, അത് ഒന്നുകൂടി വരയ്ക്കുന്നത് ശ്രദ്ധിച്ചോളൂ. തുടങ്ങാണ്. എ മാർക്ക് ചെയ്തു, എ ബി വരച്ചു, 6 സെന്റിമീറ്റർ, P1 മാർക്ക് ചെയ്തു, P2 മാർക്ക് ചെയ്തു. ഇനി നമ്മൾ 1 2 3 4 4 ലംബരേഖകൾ വരച്ചു. സി കിട്ടാൻ വേണ്ടി 7 സെന്റിമീറ്ററിൽ മാർക്ക് ചെയ്തതിന് ശേഷം ഡിയും ഇയും നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ ഓരോന്നും 2 1/3 ഭാഗമായിരിക്കും. ഓക്കെ,
ക്ലിയർ അല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 10 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരച്ച് അതിനെ 3 സമഭാഗങ്ങളാക്കുക. അപ്പോൾ ആദ്യം തന്നെ 10 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുകയാണ്. ഓക്കെ, അതിനെ 3 സമഭാഗങ്ങളാക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 10നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എന്താണ്, ഈ സമാന്തര വരകളുടെ സഹായം തേടണം. അപ്പോൾ ആദ്യം നമ്മൾ 10 സെന്റിമീറ്റർ വരയ്ക്കും. എന്നിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്ന് ശ്രദ്ധിച്ചോളൂ. അതിൻ്റെ ആനിമേഷൻ വരാൻ പോവുകയാണ്. എ മാർക്ക് ചെയ്തു, എ ബി 10 സെന്റിമീറ്റർ. എന്നിട്ട് എയിൽ നിന്നും എ സി വരച്ചു 6 സെന്റിമീറ്റർ. എന്നിട്ട് അതിനെ 3 ആക്കി. ഓക്കെ, ഈ ആനിമേഷൻ ഒന്നുകൂടി കാണിക്കാം. അതിനു മുമ്പ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ 10 സെന്റിമീറ്ററിൽ എന്ത് ചെയ്തു, എ ബി എന്ന ഒരു വര വരച്ചു. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഭാഗങ്ങളാണ് ആക്കേണ്ടത്. അതുകൊണ്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഖ്യ എടുക്കുക. നമുക്ക് എളുപ്പത്തിന് 6 എടുക്കാം. അപ്പോൾ എയിൽ കുത്തിയിട്ട് എയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക, സ്കെയിൽ ഉപയോഗിച്ച് ഒരു 6 സെന്റിമീറ്ററിൽ ഒരു വര വരയ്ക്കുക. അത് ഇങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ഓക്കെ, കുറച്ച് താഴ്ത്തിയിട്ടോ മുകളിലേക്കായിട്ടോ 90 ഡിഗ്രിയിലോ എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഏകദേശം ഞാൻ ഇങ്ങനെ വരച്ചിരിക്കുന്നത്. അപ്പോൾ 6 സെന്റിമീറ്റർ വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. എന്ത് ചെയ്താൽ മതി, സ്കെയിൽ എടുക്കുക, എന്നിട്ട് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക, 6 സെന്റിമീറ്ററിൽ നേരെ ഒരു വര വരച്ചാൽ മതി. അത്രയേ ഉള്ളൂ. എന്നിട്ട് അത് സി എന്ന് മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യുക, കോമ്പസിൽ നമുക്ക് 2 സെന്റിമീറ്റർ എടുക്കാം. അതാണ് എളുപ്പം. അല്ലെങ്കിൽ സ്കെയിൽ വെച്ച് തന്നെ പെട്ടെന്ന് ചെയ്യാം. കോമ്പസ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. കോമ്പസിൽ 2 സെന്റിമീറ്റർ എടുത്തിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യുക, ഡി മാർക്ക് ചെയ്യുക. ഇനി ഡിയിൽ കുത്തിയിട്ട് കോമ്പസിൽ നിന്ന് വീണ്ടും 2 സെന്റിമീറ്റർ എടുത്ത് ഇ മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ്, 1 2 3 2 സെന്റിമീറ്ററിൻ്റെ ഭാഗങ്ങൾ കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. സിയിൽ നിന്നും ബിയിലേക്ക് എന്ത് ചെയ്യും, ഒരു വര വരയ്ക്കും. ഓക്കെ, ഇനി എന്ത് വേണം, ഈ വരയ്ക്ക് സമാന്തരമായിട്ട് ഇയിൽ നിന്നും ഡിയിൽ നിന്നും നമ്മുടെ ആവശ്യമുള്ള വരയിലേക്ക് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഈ സി ബിക്ക് സമാന്തരമായിട്ട് വര വരയ്ക്കാൻ എളുപ്പം എന്താണ്, നമ്മുടെ ജോമെട്രി ബോക്സിൽ എന്തുണ്ട്, സെറ്റ് സ്ക്വയർ എന്ന സാധനം ഇല്ലേ, അതുപയോഗിച്ച് എന്ത് ചെയ്യാം, നമുക്ക് ഇത് എളുപ്പം വരയ്ക്കാം. അപ്പോൾ നമ്മുടെ സെറ്റ് സ്ക്വയർ ശരിക്കും ഒരു മട്ടത്രികോണം പോലെയല്ലേ ഉള്ളത്. ഓക്കെ, അത് ഞാൻ ഇങ്ങനെയല്ലേ സെറ്റ് സ്ക്വയർ ഉണ്ടാവുക. ഈ സെറ്റ് സ്ക്വയറിൽ ഇതാണ് നമ്മുടെ എന്ത്, കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടിനിയസ്. ഇതാണ് നമ്മുടെ ലംബം അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയാം. ഓക്കെ, ഇതാണ് നമ്മുടെ എന്ത്, ബേസ്, അതായത് പാദം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ സെറ്റ് സ്ക്വയറിൽ നമ്മൾ ഈ 90 ഡിഗ്രി വരുന്ന ആംഗിളിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, അത് ഇവിടേക്ക് വെക്കുക. അപ്പോൾ ഈ ഭാഗം എന്താണ്, ഇവിടെ ഇട്ട് വരും. ഓക്കെ, അപ്പോൾ 90 ഡിഗ്രിയുടെ ഇത് ഇങ്ങനെ വെക്കുക, ഇവിടേക്ക് വെക്കുക. ഇത് ആനിമേഷൻ ആയതുകൊണ്ട് എനിക്ക് ഇവിടെ വരയ്ക്കാൻ പറ്റില്ല. ഇങ്ങനെയാണ് വരേണ്ടത്. എന്നിട്ട് ഈ ഭാഗം ഇങ്ങനെ വരും. ഓക്കെ, അതായത് ഇത്, പിന്നെ ഇതിങ്ങനെ, ഇത് കർണത്തിൻ്റെ ഭാഗം. ഓക്കെ, അപ്പോൾ ഈ ബിന്ദു എന്ത് ചെയ്യുക, സീല് മുട്ടണം. സീല് വരുന്ന രീതി, ഈ വരയിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇത് ചേർന്നിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഭാഗം ഉണ്ടല്ലോ,
ഈ ഭാഗത്തിലേക്ക് എന്ത് ചെയ്യുക, സ്കെയിൽ അടുപ്പിച്ച് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിനെ മെല്ലെ ഇങ്ങോട്ടേക്ക് നീക്കി 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 കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഈ ബിന്ദുവിൽ എത്തുമ്പോൾ എന്ത് ചെയ്യുക, ഒരു വരൽ വരയ്ക്കുക. അപ്പോൾ ആ സെറ്റ് സ്ക്വയറിൻ്റെ ഈ ഭാഗം ഉണ്ടാവുമല്ലോ, അങ്ങോട്ട് വരയ്ക്കുക. അത് എവിടെയാണോ ഈ വരയിൽ മുട്ടുന്നത് അത് എഫ് എന്ന് മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ സെറ്റ് സ്ക്വയറിനെ വീണ്ടും നീക്കി 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 നീക്കി, അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ മറ്റേ സ്കെയിൽ ഇളകാൻ പാടില്ല. നീക്കി നീക്കി ഡിയിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്യുക, ഇത് വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഇതിലൂടെ പോകുന്ന ഒരു ബിന്ദു കിട്ടും, അത് ജി ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കോമ്പസ് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, എയിൽ നിന്നും ജിയിലേക്കുള്ള ആ അളവെടുത്ത് നോക്കുക. ഇനി ജിയിൽ കുത്തിയിട്ട് ഇവിടേക്ക് നോക്കൂ, അപ്പോൾ അത് എഫിൽ തന്നെ കൂട്ടിമുട്ടുന്നുണ്ടാവും. പിന്നെ എഫിൽ കുത്തിക്കഴിഞ്ഞാൽ ബിയിലേക്ക് കൂട്ടിമുട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ സമാന്തര വരകൾ വരയ്ക്കാനാണ് നമ്മൾ സെറ്റ് സ്ക്വയർ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 3.5 3.5 3.5 കിട്ടും. അപ്പോൾ ഇത് എങ്ങനെയാണ് വരച്ചത് എന്ന് ഒന്നുകൂടി ഞാൻ അത് കാണിച്ചു തരാം. നോക്കൂ, ഓ അത് സ്റ്റക്കായല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, നിങ്ങൾ ആദ്യം എ ബി 10 സെൻറ്റിമീറ്ററിൽ വരയ്ക്കുക. അതിനുശേഷം ഇവിടെ 6 സെൻറ്റിമീറ്ററിൽ ഒരു എ സി വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, സിയും ബിയും കൂടി കൂട്ടി യോജിപ്പിക്കുക. ഇനി നമ്മൾ സെറ്റ് സ്ക്വയറിൻ്റെ അല്ല, അതിന് മുമ്പായിട്ട് നമ്മൾ എ സിയെ 3 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു, എ ഡി ഡി ഇ ഇ സി. എന്നിട്ട് സിയും ബിയും കൂട്ടി യോജിപ്പിച്ചു. അപ്പോൾ നമുക്കൊരു വര കിട്ടി. ഇനി സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് ഇതിനെ നീക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇയിൽ നിന്നും ഇ എഫ് എന്ന വര ഇതിന് സമാന്തരമായി, അതായത് പാരലായിട്ട് നമുക്ക് വരയ്ക്കാം. അതേപോലെ ഇതിന് പാരലായിട്ട് അല്ലെങ്കിൽ സമാന്തരമായിട്ട് ഡി ജി വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ എ ജി ജി എഫ് എഫ് ബി ഇങ്ങനെ 3 തുല്യ ഭാഗങ്ങൾ കിട്ടും. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ ആദ്യത്തെ വീഡിയോ. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലുള്ള ചോദ്യങ്ങളാണ് ചെയ്യാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. അതേപോലെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സജഷൻസ് എല്ലാം തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഇതിപ്പോൾ ഈ വീഡിയോയിൽ ആനിമേഷൻസ് കുറച്ച് ഫാസ്റ്റ് ആയിരുന്നു. അത് നമുക്ക് അടുത്ത ക്ലാസ് കുറച്ചും കൂടി സ്ലോ ആക്കി കുറച്ചും കൂടി ശരിയാക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും താങ്ക് യു. ഓക്കെ.